अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो शिव शिव बोलो, अखियाँ खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो शिव शिव बोलो, अखियाँ खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो।
मेरे लाडलो जागो, मेरे लाडलो जागो।
आनंद के प्रदाता, हे स्नेह शक्ति दाता, अव्यक्त बाप दादा, सादर पधारिए, मंजुल मधुर निमंत्रण, अंतःकरण से कण कण प्रभु आपको बुलाता, सादर पधारिए, सादर पधारिए। बिछड़े हैं कल्प भर के, प्यासे मिलन के कब से, बच्चे बुला रहे हैं, मिल जाओ आज हमसे, दृष्टि से सृष्टि रच दो, मुरली से रंग भर दो, वरदानों के हे दाता, सादर पधारिए, सादर पधारिए। कोमल सी भावनाएं, निर्मल हृदय का कहना, संगम युग में बाबा, संग आपके ही रहना, धरती भी नग़मे गाती, अंबर भी गुनगुनाता, संसार सारा गाता, सादर पधारिए, सादर पधारिए। तेरे प्यार को संजोए, नैनों को है भिगोए, यादों के मोतियों को सांसों में है पिरोए, वो सद्गुणों के सागर भरने हर एक गागर, हर ही तुम्हें बुलाता, सादर पधारिए, सादर पधारिए। आनंद के प्रदाता, हे स्नेह शक्ति दाता, अव्यक्त बाप दादा, सादर पधारिए, सादर पधारिए, सादर पधारिए। ओम शांति। പ്രിയപ്പെട്ട ബാപ്ദാദയ്ക്ക് സുപ്രഭാതം. ഇന്നത്തെ പുലർകാലവേളയിൽ സ്വയം ഭഗവാൻ ശിവബാബ തൻ്റെ രഥത്തിലേറി ശിവബാബയുടെ നന്ദി ബ്രഹ്മബാബയിലൂടെ
സവാരി ചെയ്ത് ത്രിലോകങ്ങളും കടന്ന് സന്മുഖത്തെത്തിച്ചേർന്നിരിക്കുകയാണ്. മുന്നിൽ ബാപ്ദാദയെ കാണുന്നില്ലേ? കൺമുന്നിൽ കാണുന്നത് ചിത്രമല്ല, ചൈതന്യ രൂപത്തിൽ സ്വയം ഭഗവാൻ തൻ്റെ ഭാഗീരഥനായ സമ്പൂർണ്ണ പവിത്ര മാലാഖ ബ്രഹ്മബാബയിൽ ബാപ്ദാദയുടെ മസ്തകമധ്യത്തിരുന്നുകൊണ്ട് അമൃതവേളയിൽ ബാബയുടെ അരുമസന്താനമായ എന്നെ കാണാൻ എൻ്റെ സന്മുഖത്തെത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബയുടെ വാഗ്ദാനമാണ് നിത്യേന അമൃതവേളയിൽ പവിത്ര ബ്രാഹ്മണന്റെ സന്മുഖത്ത് വിശ്വത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ബ്രഹ്മമുഹൂർത്ത വേളയിൽ ബാബ തൻ്റെ കുട്ടികളുടെ സമീപത്തെത്തിച്ചേരും. കണ്ണ് തുറന്നു നോക്കൂ. ഇരു കണ്ണുകളും പൂർണ്ണമായും തുറന്നു വയ്ക്കൂ. സന്മുഖത്ത് ബാബയിൽ നിന്ന് ദൃഷ്ടിയെടുക്കൂ. കൺമുന്നിൽ കാണുന്നത് ചിത്രമല്ല, പരമാത്മ ചൈതന്യം. ദേവാദിദേവൻ മഹാദേവനും ആദിദേവനായ ബ്രഹ്മബാബയും രണ്ട് മൂർത്തികൾ ഒരേ ക്ഷേത്രത്തിലിരിക്കുകയാണ്. കൺമുന്നിൽ കാണുന്നത് രണ്ട് മൂർത്തി ക്ഷേത്രമാണ്. ബാബ് ദാദ ഭഗവാന്റെ ദർശനത്തിനായി, കടാക്ഷത്തിനായി എത്രയോ തവണ അതിരാവിലെ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ നിർമാല്യ പൂജയ്ക്കായി പോയിട്ടുണ്ട്. എത്ര മണിക്കൂർ ദർശനത്തിനായി അതിരാവിലെ ക്യൂ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പരമചൈതന്യം
ദേവാദിദേവൻ മഹാദേവൻ മുഴുവൻ ലോകത്തിനും തൻ്റെ ദൃഷ്ടിയിലൂടെ സായുജ്യം പകരുന്ന പരമേശ്വരൻ, എൻ്റെ ബാബ, കുട്ടിയുടെ സന്മുഖത്ത് പ്രത്യക്ഷത്തിൽ വന്ന അത്ഭുതകരമായ ഈ ഇന്ദ്രജാല കണ്ണുകളിലൂടെ ദൃഷ്ടി നൽകി എൻ്റെ പുനർസൃഷ്ടി നടത്തുകയാണ്. ഭഗവാന്റെ ദൃഷ്ടി പതിക്കുന്നതോടെ ആ കൃപാകടാക്ഷത്താൽ എൻ്റെ മൂന്നാം കണ്ണ്, അകക്കണ്ണ് പൂർണ്ണമായും തുറക്കുകയാണ്. ദിവ്യചക്ഷുസ് അകക്കണ്ണിന് പൂർണ്ണമായും കാഴ്ച കിട്ടുകയാണ്. ബാബയുടെ ദൃഷ്ടി കിട്ടുന്നതിനനുസരിച്ച് ആത്മാവാണ് ഞാനെന്ന ബോധം ഉള്ളിൽ ഉണരുന്നത് ഓരോ വാതിലുകളായി ഓരോ പൂട്ടുകൾ തുറക്കപ്പെടുന്നത് പോലെ ഞാനെന്ന ദേഹബോധത്തിൻ്റെ ഓരോ പൂട്ടുകളും തുറന്ന് ദേഹബോധത്തിൻ്റെ ലോക്കുകളെല്ലാം അൺലോക്ക് ചെയ്യപ്പെടുകയാണ്. ഞാൻ ബാബയുടെ കുട്ടി, ആത്മസ്വരൂപം. ബാബയെ പോലെ, ശിവബാബയെ പോലെ, ബ്രഹ്മബാബയെ പോലെ ആത്മീയ സ്നേഹത്തിൻ്റെ നിറകുടമാണ്.
ബാബ ദൃഷ്ടി നൽകി ബാബ് ദാദയുടെ ആ കണ്ണുകളിൽ ദൃഷ്ടിയിൽ അലിഞ്ഞ് ദേഹബോധം സമ്പൂർണമായും അലിഞ്ഞില്ലാതായി ആത്മാവിൽ ശുദ്ധമായ ആത്മീയ സ്നേഹത്തിൻ്റെ പ്രകാശം തെളിയുകയാണ്. ആ ദൃഷ്ടിയിൽ, പരമാത്മദൃഷ്ടിയിൽ അലിഞ്ഞു ചേരൂ. ദൃഷ്ടി കിട്ടി സമ്പൂർണമായും ആത്മീയ സ്നേഹത്തിലലിഞ്ഞ് എൻ്റെ ദൃഷ്ടികോൺ പൂർണ്ണമായും പരിവർത്തനപ്പെടുകയാണ്. ദേഹബോധത്തിൻ്റെ ദൃഷ്ടികോൺ മാറി ബ്രഹ്മബാബയെ പോലെ സമ്പൂർണമായും ആത്മാഭിമാനി ദൃഷ്ടി ബാബ സ്വയം എൻ്റെ സൃഷ്ടി നടത്തി തരികയാണ്. ദൃഷ്ടിയിലൂടെ സ്വന്തം ആത്മീയ ദൃഷ്ടിയുടെ മനോഭാവത്തിൻ്റെ സമ്പൂർണ്ണ പരിവർത്തനം ഈ ബ്രഹ്മമുഹൂർത്ത വേളയിൽ നടക്കുകയാണ്. ആ ദൃഷ്ടിയിലൂടെ, ബാബ് ദാദയുടെ ദൃഷ്ടിയിലൂടെ സമ്പൂർണ്ണ സായുജ്യമടയൂ. ബാബയ്ക്ക് സമാനമാകും. ആദിദേവന്റെ കൺകളിൽ നോക്കൂ, ആ ദിവ്യ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ. ആദിദേവന്റെ കൺകളിൽ നോക്കൂ, ആ ദിവ്യ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ. ആഴത്തിലാ പ്രേമയമുനയിൽ മുങ്ങി ആനന്ദലഹരിയിൽ അലിഞ്ഞു ചേരൂ. ആദിദേവന്റെ കൺകളിൽ നോക്കൂ, ആ ദിവ്യ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ.
ഭാവങ്ങൾ നടനങ്ങളാടുന്ന നയനങ്ങൾ. കനിവായി കൃപയായി കാരുണ്യദീപമായി ഇരുളകറ്റാൻ പാരിൽ തുറന്നൊരേ നയനങ്ങൾ. കനിവായി കൃപയായി കാരുണ്യദീപമായി ഇരുളകറ്റാൻ പാരിൽ തുറന്നൊരേ നയനങ്ങൾ. പതിവായി പരമാത്മ ചൈതന്യം ചൊരിയും പതിത പാവനിയാണീ നയനങ്ങൾ. മൂന്നു ലോകങ്ങളും മൂന്നു കാലങ്ങളും മൂകമായി നമിക്കും മഹാദേവ നയനങ്ങൾ. ആദിദേവന്റെ കൺകളിൽ നോക്കൂ, ആ ദിവ്യ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ. വേദങ്ങൾ വാഴുന്ന വാചാല നയനങ്ങൾ, വേദനയകറ്റുന്ന പാവന നയനങ്ങൾ. മായയെ നീക്കുന്ന മാന്ത്രിക നയനങ്ങൾ, മാലാഖയാക്കുന്ന മധുരമാം നയനങ്ങൾ. മായയെ നീക്കുന്ന മാന്ത്രിക നയനങ്ങൾ, മാലാഖയാക്കുന്ന മധുരമാം നയനങ്ങൾ. ആദിദേവന്റെ കൺകളിൽ നോക്കൂ, ആ ദിവ്യ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ. ബാബയെ പോലെ മലാഖയായി ബാബ് ദാദയുടെ കയ്യിൽ കൈപിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ ബാബയോടൊപ്പം ആത്മീയ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചിറകടിച്ച് പറന്നുയർന്ന മാലാഖമാരുടെ സൂക്ഷ്മവദനത്തിൽ ബാബയോടൊപ്പം
ഒപ്പമിരിക്കുകയാണ് ഞാൻ. ഞാനും ബാപ്ദാദയും ബാപ്ദാദ പ്രകാശപൂരിതമായ പൗർണമിയിലെ തൂവെള്ളപ്രകാശം നിറഞ്ഞ ഒരു ഗതിയിൽ ബാപ്ദാദ ഇരിക്കുകയാണ്. ആകെ പ്രകാശമാനം. അവ്യക്തവദനവും പ്രകാശം തന്നെ പ്രകാശം. ബ്രഹ്മബാബ സമ്പൂർണ്ണ മാലാഖ ബാവയുടെ പ്രകാശമാനമായ ആ മാലാഖ വസ്ത്രത്തിൽ ഭൃഗുടി സിംഹാസനത്തിൽ ശിവബാബയും ബാബ എനിക്കും ബാബയുടെ സന്മുഖത്തിരിക്കാനായി പ്രകാശനിർമ്മിതമായ ഒരിരിപ്പിടം വദനത്തിൽ ബാവയ്ക്ക് അഭിമുഖമായിരിക്കുകയാണ്. ബ്രഹ്മബാബ മക്കളോടൊപ്പം ആത്മീയ സംഭാഷണം നടത്തിയിരുന്നത് പോലെ വദനത്തിൽ ബാപ്ദാദ എന്നോട് ആത്മീയ സംഭാഷണം നടത്തുകയാണ്. കുശലാന്വേഷണം. എനിക്കെൻ്റെ ഉള്ളു തുറക്കാൻ കിട്ടിയിരിക്കുന്ന അവസരമാണിത്. ഈ ബ്രഹ്മമുഹൂർത്തവേള ഇന്ന് അവ്യക്ത ബാപ്ദാദ എനിക്കായി ഈ വിശേഷ അപ്പോയിൻമെൻ്റ് തന്നിരിക്കുകയാണ്. ഹൃദയം തുറക്കാൻ. എനിക്കറിയാം ബാപ്ദാദ മക്കളെ തയ്യാറാക്കി കൂടെ കൂട്ടിക്കൊണ്ടുപോകാനായി വദനത്തിൽ കാത്തിരിക്കുകയാണ്. അതിനാൽ ഈ ബ്രഹ്മമുഹൂർത്ത വേള ബാബ തൻ്റെ കുട്ടികളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഏത് സങ്കല്പവും ആവശ്യവും സഫലീകരിക്കാനുള്ള വരദാനി സമയമാണിത്. ബ്രഹ്മബാബയ്ക്ക് സമാനമായി തീരാൻ ബാബയെപ്പോലെ സമ്പൂർണ്ണ മാലാഖയാകുന്നതിന്
നമ്പർ 1 മാലാഖയാകാൻ. ബാബ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണോ ഈ ആധ്യാത്മിക മാർഗത്തിലുള്ളത്, ഏത് കാര്യത്തിലാണോ കുട്ടിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്, ആയിരം കൈകൾ കൊണ്ട് സഹായിക്കാനായി ബാബ് ദാദ തയ്യാറായി തൻ്റെ സഹായഹസ്തം നീട്ടുകയാണ്. ബ്രാഹ്മണൻ എന്ന നിലയിൽ, ഒരു ബ്രഹ്മകുമാരൻ അഥവാ ബ്രഹ്മകുമാരി എന്ന നിലയിൽ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പുരുഷോത്തമനാകാൻ, ബ്രഹ്മബാബയെ പോലെ ആയിത്തീരാൻ എനിക്ക് ബാബയുടെ എന്ത് സഹായമാണോ ആവശ്യം, എവിടെയാണോ ഞാനിപ്പോഴും പ്രയാസപ്പെടുന്നത്, അത് ബാബയോട് തുറന്ന് പറയും. സഹായമെടുക്കൂ ബാബയുടെ. സഹായം തരാൻ ബാബ തയ്യാറാണ്. ബാബ് ദാദിയുടെ ഉള്ളുകൊണ്ട് പറയൂ, സംസാരിക്കുമ്പോൾ തന്നെ ബാബ സകാശ സൂക്ഷ്മ ശക്തിയുടെ കറണ്ട് ഒഴുക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണോ ബുദ്ധിമുട്ടത് അതേപോലെ പറയും. ഏത് മായയാണോ ഇതുവരെ ജയിക്കാൻ കഴിയാഞ്ഞത്, മായാജീത്താക്കാനുള്ള സർവശക്തികളും ബാബ കറണ്ടായി നൽകുകയാണ്. ബാബ ദൃഷ്ടി നൽകി ഭ്രൂമധ്യത്ത് നിന്ന് ആത്മാവ് എന്നെ പുറത്തേക്കെടുത്ത് ബാബ് ദാദയുടെ ഇരുകരങ്ങൾക്കുള്ളിലേക്ക് ആത്മാവാകുന്ന വജ്രത്തെ വെച്ച് ബാബ പോളിഷ് ചെയ്യുകയാണ്. അത്രത്തോളം കരുത്ത്, ശക്തി, പേഴ്സണൽ ടച്ചിങ് ബാബ എനിക്ക് നൽകുകയാണ്. ബാബ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് അനുഭവമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഭഗവാനെ സ്നേഹക്കടലെന്ന് പറയുന്നതെന്ന് ഞാൻ അനുഭവിക്കുകയാണ്. ബാബ് ദാദയുടെ ദൃഷ്ടി കിട്ടി എനിക്ക് കരുത്തേക്ക്
ആ കരുത്തിൽ ഞാൻ ശിവബാബയുടെ അരികിൽ പരംധാം നിവാസിയായി ബാബയുടെ അതിസാമീപ്യം ഭഗവാന്റെ കിരണങ്ങൾ ആത്മാവിലേക്ക് ആത്മാവിൻ്റെ ഉള്ളിലേക്ക് ഈശ്വരീയ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ആത്മാവായ എൻ്റെ ഉള്ളിൽ സംസ്കാരത്തിൻ്റെ സംസ്കരണം നടക്കുകയാണ്. വളരെ ആഴത്തിൽ പതിഞ്ഞു പോയ വളരെ ആഴത്തിൽ പതിഞ്ഞ ജന്മജന്മാന്തരങ്ങളിലെ ക്ലാവുകൾ വികർമ്മങ്ങളുടെ കറകൾ പാപത്തിൻ്റെ ക്ലാവുകൾ ബാബയാകുന്ന സ്നേഹസൂര്യൻ്റെ കിരണങ്ങളേറ്റ് കല്ലുപോലെ ഉറച്ചുപോയ ആ കറകളെല്ലാം വെള്ളം പോലെ അലിഞ്ഞലിഞ്ഞ് ഉള്ള് ക്ലീനാക്കുകയാണ്. ബാബയുടെ കിരണങ്ങൾ സ്പർശിക്കുമ്പോൾ ആത്മാവിലെ അഴുക്ക് നീങ്ങുന്നതും വളരെ കാലങ്ങളായി ക്ലാവ് പിടിച്ചു പോയ ഒരു വസ്തു ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ക്ലാവ് നീങ്ങി ആ പാത്രം സ്വർണം പോലെ തിളങ്ങുന്നത് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ എത്രയോ മടങ്ങ് സന്തോഷമാണ് എനിക്കിപ്പോൾ. ആത്മാവിൽ നിന്ന് ജന്മജന്മാന്തര കറകൾ നീങ്ങിക്കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധിയുടെ പരിശുദ്ധിയുടെ സന്തോഷം, ഭാരം പോയതിൻ്റെ സന്തോഷം, ശിവബാബയുടെ കിരണങ്ങളേറ്റ് ബ്രഹ്മബാബ എങ്ങനെ നമ്പർ 1 ആയോ ബാബയെ പോലെ ആത്മീയ സ്നേഹത്തിൻ്റെ ആത്മീയ ദൃഷ്ടികോണിലൂടെ
ബ്രഹ്മബാബ തൻ്റെ ജീവിതത്തിൽ നമ്പർ 1 ആയതുപോലെ, നരൻ നാരായണായി ആയതുപോലെ ആദിദേവനിലേക്കുള്ള ബാബയുടെ പ്രയാണം കൺമുന്നിൽ കണ്ടതുപോലെ ബാബ എന്നിലും ആ പരിവർത്തന ശക്തി നിറയ്ക്കുകയാണ്. പരമാത്മസ്നേഹത്താൽ അന്തരാത്മാവിൽ പരിവർത്തനത്തിനുള്ള കരുത്ത് പൂർണ്ണമായും അനുഭവമാകുകയാണിപ്പോൾ. ബാബ, ഇന്നെൻ്റെ സമ്പൂർണ്ണ ലക്ഷ്യം വ്രതം, ദിവസം മുഴുവനും ബ്രഹ്മബാബയെ പോലെ ആത്മീയ സ്നേഹത്തിൻ്റെ ദൃഷ്ടികോണിൽ മുഴുവൻ ദിവസവും മാലാഖയെ പോലെ മനസാ വാച കർമ്മണ യോഗത്തിലും സേവനത്തിലും എല്ലാം ബ്രഹ്മബാബയ്ക്ക് സമാനം മാലാഖ സ്ഥിതിയായിരിക്കും. മാലാഖയായി ഇന്ന് എൻ്റെ ലക്ഷ്യം ആത്മീയ സ്നേഹത്തോടെ പെരുമാറുക. യോഗത്തിൽ ബാബയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കിരണങ്ങളെടുക്കും. മനസാ വാച കർമ്മണ സ്നേഹപുഷ്പങ്ങൾ വിതരണം ചെയ്യും. പ്രഭു പ്രേമത്തിലലിഞ്ഞ ഗോപികയായിരിക്കും ഞാനെന്ന്. ബ്രഹ്മബാബയ്ക്ക് സമാന മാലാഖസ്ഥിതി അതാണ് ഇന്നെൻ്റെ ലക്ഷ്യം. സ്നേഹപ്രകാശം നിറഞ്ഞ മാലാഖയാണെന്ന് ഞാൻ. ആത്മീയ സ്നേഹത്തിൻ്റെ വെളിച്ചം നൽകുക എന്നതാണ് മാലാഖയായ എൻ്റെ ഇന്നത്തെ ദൈവദൂത്. ഓം ശാന്തി. आबू का तीरथ तुमको पुकारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। मधुबन तुम्हारी बाट निहारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा।
चारों तरफ आज दुख की घड़ी है, आओ तुम्हारी जरूरत पड़ी है। चारों तरफ आज दुख की घड़ी है, आओ तुम्हारी जरूरत पड़ी है। दुनिया की नौका, दुनिया की नौका लगा दो किनारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा, आना ही होगा, आना ही होगा। बेचैन है आज धरती के वासी, घर घर है चिंता, घर घर उदासी। बेचैन है आज धरती के वासी, घर घर है चिंता, घर घर उदासी। बरसा दो खुशियाँ, बरसा दो खुशियाँ दुआरे दुआरे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा, आना ही होगा, आना ही होगा। करता प्रतीक्षा संसार सारा, स्वीकारो बाबा निमंत्रण हमारा। करता प्रतीक्षा संसार सारा, स्वीकारो बाबा निमंत्रण हमारा। आओ बुलाते हो, तुमको बुलाते बच्चे तुम्हारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। आबू का तीरथ तुमको पुकारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। मधुबन तुम्हारी बाट निहारे, आ जाओ ब्रह्मा बाबा हमारे,